നോമ്പുകാലം ആരംഭിച്ചതോടെ ദേവാലയങ്ങളിലും വ്യക്തിപരമായും നാം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളും ദൃശ്യാവിഷ്കരിച്ച് അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ യേശുവിൻ്റെ പീഡാനുഭവത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ പ്രാപ്തരാക്കുന്ന ഒരു കുരിശിൻ്റെ വഴിയെക്കുറിച്ചാണ് പറയാനുള്ളത്. അത്തരത്തിൽ ഒരു കുരിശിൻ്റെ വഴിക്കായിരുന്നു ബത്തേരി കഴിഞ്ഞ ദിനം സാക്ഷ്യം വഹിച്ചത്. 40-ാം വെള്ളിയോടനുബന്ധിച്ച് ബത്തേരി, കോഴിക്കോട്, മാനന്തവാടി രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തോടെയാണ് ഇത് നടത്തിയത്. ബത്തേരി ബിഷപ്പ് ജോസഫ് മാർ തോമസിൻ്റെ ആമുഖ സന്ദേശത്തോടെയാണ് സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും കുരിശിൻ്റെ വഴിക്ക് തുടക്കമായത്. അനുഗ്രഹത്തിൻ്റെ വലിയ ദിവസങ്ങളിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ്. നമ്മളെ തന്നെ ഒരുക്കുന്നതിനും നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും യേശു ക്രിസ്തുവിലൂടെ പുതുജീവൻ പ്രാപിക്കുന്നതിനും നാം പ്രത്യേകം ഒരുങ്ങുന്നതായ അവസരമാണ്. 40-ാം വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് നമ്മെ തന്നെ പവിത്രീകരിച്ച് കർത്താവിന് ഏറ്റവും സ്വീകാര്യരായി തീരുവാൻ സമർപ്പണം നടത്തുന്ന സന്ദർഭമാണ്. അങ്ങനെ കുരിശിൻ്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരത്തിന് തൊട്ട് പിന്നിലായി ബിഷപ്പും 100 കണക്കിന് വിശ്വാസികളുമായി ബത്തേരി ടൗണിലൂടെ പൂമല ഹോളി ക്രോസ് ദേവാലയത്തിലേക്ക്. പൂമല ഹോളി ക്രോസ് ദേവാലയത്തിൽ വെച്ച് ബത്തേരി ബിഷപ്പിൻ്റെ സമാപന ആശീർവാദത്തിന് ശേഷം നേർച്ച ഭക്ഷണം കഴിച്ചാണ് വിശ്വാസികൾ മടങ്ങിയത്.